Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോ BCOM 5th സെമസ്റ്ററിലെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് പേപ്പറിലെ റേഷ്യോ അനാലിസിസ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 5 റേഷ്യോസ് ആണ്. അതിൽ 4 എണ്ണം ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ് റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഇവയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഇന്നത്തെ ക്ലാസ്സിൽ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആർ യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ഷെയർസ് ആൻഡ് സ്റ്റോക്ക് വിച്ച് ആർ ട്രേഡഡ് ഇൻ ദ മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയർസിൻ്റെയും സ്റ്റോക്കിൻ്റെയും ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിനെ ഇൻവെസ്റ്റേഴ്സ് റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റേഷ്യോസ്, മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോസ് എന്നും പറയാറുണ്ട്. ഇഫ് എ ഫേംസ് പ്രോഫിറ്റബിലിറ്റി, solvency and turnover ratios are good, then the market test ratios will be high and its share price is expected to be high. Important market test ratios are: first one earnings per share, second one dividend per share, third dividend payout ratio and price earning ratio തുടങ്ങിയവയാണ്. Earnings per share. This ratio indicates the profit available for each equity share. ഈ റേഷ്യോ സൂചിപ്പിക്കുന്നത് ഓരോ ഇക്വിറ്റി ഷെയർസിനും എത്ര പ്രോഫിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതാണ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബൈ ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. EPS കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്, അതായത് ടാക്സ്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. EPS ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. EPS മെഷേഴ്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി ഫ്രം ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. EPS കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കഴിയും. ഇഫ് EPS ഈസ് ഹയർ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ വിൽ ബി ഹയർ ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദിസ് റേഷ്യോ ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്തത് ഡിവിഡൻഡ് പെർ ഷെയർ. ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെർ ഷെയർ ഈസ് നോൺ ആസ് DPS. DPS എന്നത് ഓരോ ഇക്വിറ്റി ഷെയർസിനും എത്ര പ്രോഫിറ്റ് ആണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതാണ് DPS. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ടാക്സ്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. പക്ഷേ അത് മുഴുവനായിട്ടും കമ്പനി കൊടുക്കാറില്ല. അതിൽ നിന്ന് ഒരു പാർട്ട് റിസർവിലേക്ക് മാറ്റിയതിന് ശേഷം ബാലൻസ് എമൗണ്ട് മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. സോ DPS കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്നതാണ്. ആക്ച്വലി എത്രയാണോ അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് അതിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് DPS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ ഏർണിംഗ്സ് ബിലോങ്ങിങ് ടു ദം. ഇവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മെഷർ ചെയ്യുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അല്ലെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ
ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് മുഴുവനായിട്ടും ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതിലൊരു പാർട്ട് റിസർവ് ആയിട്ട് റീറ്റെയിൻ ചെയ്തിട്ട് ബാലൻസ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്രയാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ റിറ്റൻഷൻ റേഷ്യോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഇക്വേഷൻ റിറ്റൻഷൻ റേഷ്യോ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. Dividend payout ratio is a good measure of dividend policy of the company. It shows the number of times company's earnings cover the dividend. A dividend cover of 2 or 3 times is considered to be ideal. അടുത്തത് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. പ്രൈസ് ഏർണിംഗ് റേഷ്യോ is the ratio between market price per share and EPS. It shows the number of times the EPS is covered by its market price. Price earning ratio calculate ചെയ്യുന്നതിനുള്ള ഫോർമുല market price per share divided by earnings per share. The shares that have high price earning ratio are considered as high growth shares. This ratio helps the investors in deciding whether to buy or not to buy the shares of a particular company. Price earning ratio higher ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ആ ഷെയർസിന് ഹയർ ഡിവിഡൻഡ് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വലിയ എമൗണ്ട് കൊടുത്ത് തന്നെ അത്തരം ടൈപ്പ് ഓഫ് ഷെയർസ് വാങ്ങുന്നതിനായിട്ട് പ്രിഫർ ചെയ്യും.